സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും. സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീപാവലി സമാനമായി GST പരിഷ്കരണം നടപ്പിലാക്കും. GST നിരക്കുകൾ കുറയ്ക്കും. പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാകും നികുതി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. MSME മേഖലയെ ഉത്തേജിപ്പിക്കാനും നികുതി പരിഷ്കരണം സഹായിക്കും. അതേസമയം യുവാക്കൾക്കായി 1 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. PM വികസിത ഭാരത തൊഴിൽ പദ്ധതി വഴി 3.5 കോടി യുവാക്കൾക്ക് പ്രയോജനമുണ്ടാകും. മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും ഇന്ത്യ കൈവിടില്ല. പിന്നോക്ക വിഭാഗങ്ങളെ സർക്കാർ കൈവിടില്ലെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും മോദി പറഞ്ഞു. വിദേശ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ എന്തിന് നമ്മൾ ആശ്രയിക്കണമെന്ന് മോദി ചോദിച്ചു. ഇന്ത്യക്ക് സ്വന്തമായി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം വേണം. രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ, കോടിക്കണക്കിന് യുവതിയുവാക്കൾ ഈ രംഗത്തുണ്ട്. ആഗോള മാർക്കറ്റുകൾ ഇന്ത്യ ഭരിക്കണം. നമുക്ക് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകുവാൻ കരുത്തുണ്ടെന്ന് മോദി കൂട്ടിച്ചേർത്തു. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ RSSും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വിഷയമായി. പ്രതിപക്ഷമടക്കം ഈ പ്രസംഗ ഭാഗത്തെ വിമർശിക്കും. അപ്പോഴും താൻ ഒരു RSSകാരനാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSSനെ തന്റെ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആവോളം പുകഴ്ത്തുകയായിരുന്നു മോദി. RSS സ്ഥാപിതമായി 100 വർഷം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പ്രശംസ. കർഷക താൽപര്യത്തിനെതിരായ ഏതൊരു നയത്തിനെതിരെയും താൻ ഒരു മതിൽ പോലെ നിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു.